1991 ആദ്യമായി വെള്ളിത്തിരയിലെത്തിയ താരമാണ് ശ്വേതാ മേനോൻ. അനശ്വരം എന്ന ചിത്രത്തിലൂടെയാണ് താരത്തിന്റെ തുടക്കം. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന താരം മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ്. ഒരു നടി എന്നതിലുപരി നല്ലൊരു അവതാരക കൂടിയാണ് താരം. ഏഷ്യാനെറ്റിലെ ഗെയിം ഷോ ആയ എങ്കിലേ എന്നോട് പറയിലൂടെ അവതാരകയുടെ റോളിലാണ് ശ്വേതാ മേനോൻ പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏറെ നാളായി അഭിനയത്തിൽ നിന്ന് ശ്വേതാ മേനോൻ വിട്ടുനിൽക്കുകയാണോ എന്ന സംശയം ആരാധകർക്ക് വന്നിരുന്നു. ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ. ഏഷ്യാനെറ്റ് ഓൺലൈനിന് നൽകിയ പുതിയ അഭിമുഖത്തിലാണ് താരം തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. താൻ സിനിമയിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ലെന്നാണ് ശ്വേത പറയുന്നത്. നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന വെബ് സീരീസിൽ നല്ലതുപോലെ രസിച്ചാണ് അഭിനയിച്ചത്. എനിക്ക് അത്ര കണ്ട് താല്പര്യം ജനിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് സിനിമയിൽ ഇപ്പോൾ സജീവമായി കാണാത്തത്. പല ചർച്ചകളും നടക്കാറുണ്ട്. മലയാളത്തിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്നൊന്നുമില്ല. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഏത് ഭാഷയും എനിക്ക് ഓക്കെയാണ്. അതിനൊപ്പം കഥയും കഥാപാത്രവും നന്നാകണമെന്ന് മാത്രമാണ് കണ്ടീഷൻ ഉള്ളതെന്നും ശ്വേത പറഞ്ഞു. അതേസമയം സാബുമോനുമായിട്ടുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും ശ്വേത സംസാരിച്ചു. ഇരുവരും ഒരുമിച്ചാണ് എങ്കിലേ എന്നോട് പറ എന്ന പ്രോഗ്രാം ചെയ്യുന്നത്. എന്റെ ഒഫീഷ്യൽ കാമുകനാണ് സാബുമോൻ എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ജെന്റിലായിട്ടുള്ള ചിലരിൽ ഒരാൾ. ഇന്നസെന്റ് ആണ് സാബുമോൻ എന്ന് പറയാം. സാബുവിന്റെ അപ്പിയറൻസ് കാണുമ്പോൾ കണിശക്കാരനായിട്ട് തോന്നുമെങ്കിലും അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണെന്നും ശ്വേത പറയുന്നു. ബിഗ് ബോസ് വീട്ടിൽ വെച്ചാണ് ഞാനും സാബുമോനുമായി അടുത്ത പരിചയത്തിലാകുന്നത്. പക്ഷെ കുറച്ചു ദിവസം മാത്രമേ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചുള്ളൂ. സാബുവിനോട് അടുത്ത് സംസാരിച്ചു വന്നപ്പോഴേക്കും ഞാൻ ആ ഷോയിൽ നിന്നും പുറത്തായി. മത്സരത്തിന് ശേഷം ഞങ്ങളുടെ സൗഹൃദം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ശ്വേത പറയുന്നു. അതേസമയം താനിപ്പോൾ നിരന്തരമായിട്ടുള്ള യാത്രകളിലാണെന്നും താരം പറയുന്നു.